ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 247. നമ്മളിന്ന് 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണോപനിഷത്താണ് നോക്കാൻ പോകുന്നത്. പുതിയൊരു ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്. 58ാമത്തെ ഉപനിഷത്തായിട്ട്. അപ്പം അതിലെ ആദ്യത്തെ അധ്യായമാണ്. അതിൽ 1-2 മന്ത്രങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. അധ്യായം 1 പറയുന്നു, ഗർഗന്റെ പുത്രന്റെ പുത്രനാണ് ചിത്രൻ എന്ന മഹർഷി. അപ്പം വളരെ പ്രസിദ്ധനായ ഒരു മഹർഷിയാണ് ആര്? ചിത്രൻ. മഹർഷി എന്നെല്ലാം പറയുമ്പോൾ, ഗർഗന്റെ പുത്രന്റെ പുത്രൻ എന്നെല്ലാം പറയുമ്പോൾ അത്രയും പണ്ഡിതനാണ്, വേദങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയ കക്ഷിയാണ്. അദ്ദേഹം ഒരു യജ്ഞം, ജീവിതത്തിൽ യജ്ഞം ചെയ്തല്ലേ പറ്റൂ. എല്ലാവരും യജ്ഞം തന്നെയാണ് ചെയ്യുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കുറേ കല്ലും കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഇട്ടിട്ട് എന്തോ മന്ത്രം ചൊല്ലലാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുക, അത്രയേ അർത്ഥമുള്ളൂ. നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർമ്മം. വീട് വെക്കുന്നതല്ല യജ്ഞം തന്നെയാണ്. അപ്പം അദ്ദേഹം ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം മഹർഷിയായാലും യജ്ഞം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം യജ്ഞം ചെയ്യുമ്പോൾ തലപ്പത്ത് ഒരാളെ പിടിച്ചിരുത്തും. അതിനാണ് ഋത്തിക്കുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ മേസ്ത്രിയല്ല, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന കക്ഷിയായിട്ട്. അത് അരുണന്റെ പുത്രനായ ഉദ്ദാലകനെയാണ് അദ്ദേഹം അതിൻ്റെ ഋത്തിക്കായിട്ട്, ഉദ്ദാലകനെയാണ് ഋത്തിക്കായിട്ട്, അരുണന്റെ പുത്രൻ. പിന്നെ പ്രസിദ്ധനായ ഒരാളെ തന്നെ പിടിച്ചിട്ട് ഋത്തിക്കാക്കി. എന്നിട്ട് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് യജ്ഞം ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു കടയിൽ നടത്തുമ്പോൾ അതൊരു യജ്ഞം തന്നെയാണല്ലോ. അപ്പം കടയിൽ പിടിച്ചിട്ട് ആരെങ്കിലും ഒരാൾ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ അയാളാണെന്നല്ല നടക്കും. പക്ഷേ അയാൾക്ക് അതിനെപ്പറ്റി നല്ല വിവരമുള്ള ആളെയല്ലേ പിടിച്ചിടും. ഉദ്ദാലകനെ ആക്കി. എന്നാൽ ഉദ്ദാലകന് പോകാൻ തോന്നിയില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം പ്രശ്നങ്ങൾ കാണുമല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്വന്തം പുത്രനായ ശ്വേതകേതുവിനെ ഋത്തിക്കായിട്ട് പറഞ്ഞയച്ചു. നീ പോയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞ് മകനെ പറഞ്ഞയച്ചു. അദ്ദേഹം പോയപ്പോൾ അവിടെ എത്തിയിട്ട് ആ യജ്ഞം നടത്തുമ്പോൾ ഉയർന്ന സീറ്റായിരിക്കുമല്ലോ. ഒരു സ്ഥാപനത്തിൻ്റെ MD കസേരയിലെല്ലാകുമ്പോൾ ഭയങ്കര സീറ്റായിരിക്കും. അതുമാതിരി ഉയർന്ന പീഠം എന്ന് പറഞ്ഞാൽ പീഠവും ഉയർന്ന സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ ഉയർന്ന പദവിയുള്ള ഒരു സ്ഥാനം എന്ന അർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ ഉയർന്ന പീഠത്തിൽ കയറി അങ്ങേരങ്ങിരുന്നു. ആര്? ഉദ്ദാലകന്റെ പുത്രനായ ശ്വേതകേതു. അപ്പോൾ അദ്ദേഹമാണല്ലോ നയിക്കുന്നത്. അദ്ദേഹത്തെ കണ്ട് മഹാനായ ചിത്രകേതു ചോദിച്ചു. ഇവിടെ ചിത്രകേതുവാണല്ലോ ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് യജ്ഞം നടത്താൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിന് വേണ്ടി യജ്ഞം നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥാനം ഈ ലോകത്തിലുണ്ടോ? ഈ ലോകത്തിൽ എന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥാനം ഈ ലോകത്തിലുണ്ടോ? അതല്ല ഭിന്നമായ ആവരണരഹിതമായ ഒരു സ്ഥാനത്തായിരിക്കുമോ എന്നെ പ്രതിഷ്ഠിക്കുന്നത്? എന്നെ അങ്ങ് എവിടത്തേക്കാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്? കാരണം നമ്മൾ ചെയ്യുന്ന, നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലോ യജ്ഞം ചെയ്യുന്നത്. ഈ യജ്ഞം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ യജ്ഞം കൊണ്ട് എനിക്ക് ചിലപ്പോൾ സ്വർഗം കിട്ടും, ചിലപ്പോൾ നരകം കിട്ടും, എവിടെയല്ലോ കിട്ടും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നീ എന്നെ എവിടത്തേക്കാണ് യജ്ഞം നടത്തിയിട്ട് ഈ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് എന്നെ ഉയർത്തിക്കൊണ്ട് പോകാൻ പോകുന്നത്? എനിക്ക് പറ്റിയ സ്ഥലം എവിടെയാണ് നീ കണ്ടുവച്ചിരിക്കുന്നത്? അതായത് യജ്ഞത്തിൻ്റെ ഫലം എന്തായിരിക്കണം? ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മളോടെല്ലാം ചോദിച്ചാൽ പറയും സ്വർഗത്ത് പോകണം, അവിടെ കുറേ ഭൂമികളുണ്ട് എന്നെല്ലാം ചിലവർ പറയും. പലവർക്കും പല ആഗ്രഹങ്ങളാണ്. ചിലവർക്ക് അവിടെ പോയാൽ മദ്യം കുടിക്കാന്നുള്ള മദ്യപ്പുഴയുണ്ട് എന്നെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എവിടെയാണ് ഇങ്ങനെ യജ്ഞം നടത്തിയിട്ട് കൊണ്ടുപോയി ഇടാൻ പോകുന്നതെന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം.
ഇത് കേട്ട് ശ്വേതകേതു പറഞ്ഞു, എനിക്കിതറിയില്ല, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം തരാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ പിതാവ് ശാസ്ത്രരഹസ്യങ്ങൾ അറിയുന്നവരാണ്, അതായത് ഉദ്ദാലകൻ. ഞാൻ ഈ ചോദ്യം അദ്ദേഹത്തിന് മുമ്പ് പോയി അവതരിപ്പിച്ചിട്ട് പറയാം. അദ്ദേഹമാണല്ലോ പറഞ്ഞു വിട്ടത്. അങ്ങനെ അദ്ദേഹം പിതാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉദ്ദാലകൻ പറഞ്ഞു, എനിക്കും ഈ അർത്ഥം പറഞ്ഞു, എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ല. അതിനാൽ മഹാനായ ഈ യജ്ഞം നടത്തുന്ന ചിത്രൻ്റെ അടുത്ത് തന്നെ യാഗശാലയിലേക്ക് തന്നെ എത്തിയിട്ട് നമുക്ക് ആ ജ്ഞാനം നേടാം. അപ്പം ഇങ്ങേർക്ക് ജ്ഞാനം നേടാൻ താല്പര്യമായി. അപ്പം എന്തോ അതിൻ്റെ അകത്ത് ആ ചോദ്യത്തിൽ വലിയ ജ്ഞാനമുണ്ട്, ഇത് ഇങ്ങേർക്കറിയില്ല. അപ്പം പറഞ്ഞ്, മോനെ ഞാനും കൂടിയും വരാം, എനിക്കും ആ ജ്ഞാനം അറിയണമെന്ന് ഉണ്ട്. അന്യർക്ക് എന്ന പോലെ നമുക്കും ചിത്രനിൽ നിന്ന് ധനവും ലഭിക്കും, ജ്ഞാനവും ലഭിക്കും. എല്ലാവർക്കും ധനം കൊടുക്കുമല്ലേ യജ്ഞം ചെയ്യുമ്പോൾ. അപ്പം നമുക്കും അതിൻ്റെ കൂട്ടത്തിൽ കുറേ ധനമെല്ലാം കിട്ടുകൊണ്ട് ഞാനും കൂടിയും വരാം. എന്നിട്ട് ഉദ്ദാലകൻ ജ്ഞാനതൃഷ്ണയോടുകൂടി ചിത്രൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ജ്ഞാനം നേടാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങയുടെ മുമ്പിൽ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പം 2 ചിത്രം പറഞ്ഞു, ഹേ ഉദ്ദാലക, എന്നെപ്പോലെ ഒരു നിസ്സാരൻ്റെ അടുക്കൽ വരുവാൻ കാരണമെന്ത്? ഞാൻ വെറും നിസ്സാരൻ. എൻ്റെ അടുത്ത് നിങ്ങളെന്തിനാണ് ഇത്രയും വലിയ പണ്ഡിതനായ നിങ്ങൾ വരുന്നത്? വൃത്തിക്കേറ്റായിട്ട് ഇരുത്തിയതാണ്, നിർത്താൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങേക്ക് സ്വന്തം മഹത്വമൊന്നും മനസ്സിലായിട്ടില്ലേ? അങ്ങയുടെ മഹത്വം അങ്ങേക്ക് പോലും മനസ്സിലായിട്ടില്ലേ? അങ്ങ് ഏത് ബ്രാഹ്മണരാലും അങ്ങയെ പൂജിക്കാൻ അങ്ങയെ പൂജിക്കും അവർ. കാരണം അതിനുള്ള യോഗ്യത അങ്ങക്കുണ്ട്, അങ്ങ് വേദ പണ്ഡിതനുമാണ്. അങ്ങനെയുള്ള അങ്ങേരെ എൻ്റെ അടുത്ത് വന്നത്, ഈ നിസ്സാരനായ എൻ്റെ അടുത്ത് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എങ്കിലും അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരമല്ലേ വേണ്ടത്, ഞാൻ പറഞ്ഞു തരാം. ചിത്രൻ പറഞ്ഞു, മുനെ, ഉത്തമ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന വിദ്വാൻമാർ, നല്ല നല്ല യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന വിദ്വാൻമാർ ഈ ലോകം വിട്ട് മരിച്ചു കഴിഞ്ഞാൽ, അവർ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പോകുമ്പോൾ സ്വർഗത്തെ പ്രാപിക്കുന്നു. അവർ നേരെ സ്വർഗത്തിലെത്തുക. എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ നേരത്തെ പറഞ്ഞ മാതിരി മദ്യപ്പുഴ ഒഴുകുന്നതെന്നൊന്നും ധരിച്ചു പോകരുത്. ഭൂമി, നമ്മൾ നടക്കുന്ന ലോകം, ഭൂമിക്കടിയിലുള്ള മണ്ണെല്ലാം കൂടിയതാണ് പാതാളം, ഭൂമിക്ക് മുകളിലുള്ളതാണ് സ്വർഗം. ഭൂമി, സ്വർഗം, പാതാളം. ഭൂമിക്ക് നമ്മളുടെ ലോകത്തിന് പുറമെ കിടക്കുന്ന എല്ലാ ഗോളങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരം പാതാളത്തിൽ നിന്ന് വന്നതാണ്, മണ്ണിൽ നിന്ന് വന്നതാണ്. പക്ഷെ ആത്മാവ് എന്നത് ഗ്രഹങ്ങളാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സമയത്തുമ്പോൾ, ഗ്രഹങ്ങൾ ഓരോ സമയത്തുമ്പോൾ നമ്മൾ ജനിക്കും. എന്തിനു വേണ്ടി? കുറേ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കർമ്മങ്ങൾ തീരുമ്പോൾ മരിക്കും, പിന്നെയും ജനിക്കും. അപ്പം നമ്മളെ ജനിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനാരാണ്? അതിനാണ് ഈ ആത്മാവ്, മുകളിൽ നിന്ന് വരുന്ന ആ ബലം, ആ പ്ലാൻ. അപ്പം ആ പ്ലാൻ എങ്ങോട്ടേക്കാണ് പോവുക? സ്വർഗത്തിലേക്കാണ് പോവുക. അപ്പം ഈ സ്വർഗം എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ്, അത് മുകളിലോട്ടേക്കാണ് പോകുന്നത്. അല്ല, ഞാൻ ആത്മാവല്ല ശരീരം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അജ്ഞാനികൾ പാതാളത്തിലേക്കാണ് പോവുക. അവിടെ വല്ല ഉറുമ്പ് വല്ലതും കടിച്ചു നിന്നു. ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുന്നവർ പാതാളത്തിലേക്ക്. ഇവിടെ ഈ നോട്ടിലുള്ള എല്ലാവരും പാതാളത്തിലേക്കാണ് പോകുന്നത്. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ശരീരമാണ് ഞാനെന്നാണ്. അതുകൊണ്ടാണ് മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ഇട്ട്
എന്തല്ലോ പൂജകളെല്ലാം ചെയ്തിട്ട്. കാരണം അതിന് അവിടെ സുഖത്തിന് മണ്ണ് പോയ അവിടെ സുഖം കിട്ടാൻ പോകുന്നത്. അവിടെ ഉറുമ്പും തേളും എല്ലാം ഉള്ളത്. പാമ്പും മറ്റേ അത് ഇതും കീടങ്ങളും എല്ലാം കൂടിയിട്ടാണ് തിന്ന് തീർക്കാൻ പോകുന്നത്. അവിടെ പോയി എവിടെയാ സുഖം കിട്ടുക, സ്വർഗം കിട്ടുക? ഇപ്പം നമ്മൾ ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുഖം എവിടെ? ഭൂമിയിലാണ്. കാരണം ചിലർ നാളെ കുറച്ച് ദിവസം കൊണ്ട് അതെല്ലാം ഒരു വഴിക്കാണ്. ഞാനാണ്, ശരീരമാണ് ഞാൻ എന്ന് ധരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വല്ലതും തിന്ന് തീർത്ത് അവരെ ഒരു വഴിക്കാക്കും. നരകത്തിലാണ് വഹിക്കുന്നത്. അല്ല, ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ എവിടത്തേക്കെത്തും? സ്വർഗത്തിലേക്ക് പ്രാപിക്കുന്നു. എന്നാൽ കൃഷ്ണപക്ഷത്തിൽ ഉള്ള ചന്ദ്രനിൽ ജീവികൾക്ക് തൃപ്തി കൊടുക്കുന്നില്ല. കൃഷ്ണപക്ഷത്തിൽ ജനിച്ചവർക്ക് ആ സൗഭാഗ്യം കിട്ടില്ല. സ്വർഗത്തിൽ പോകാനുള്ള സാഹചര്യം, സ്വർഗത്തിൽ തന്നെ മരിച്ചാൽ പോകും, പക്ഷേ പെട്ടെന്ന് പിന്നെയും വന്നു പോകേണ്ടി വരും. പക്ഷേ സ്വർഗത്തിൽ പോയവർ, അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള കവാടം ചന്ദ്രനാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിന് സ്വർഗത്തിലുള്ള കവാടത്തിന് ചന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ചന്ദ്രനില് ശുക്ലപക്ഷത്തിലെല്ലാം ഒരാൾ മരിക്കുകയാണെങ്കിൽ അവർ ഉന്നത നിലയെ പ്രാപിക്കും. കൃഷ്ണപക്ഷത്തിലാണ് മരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരായണത്തിൽ മരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ജ്യോതിഷത്തിലേക്ക് വരുന്നതുകൊണ്ട് കിടക്കുന്നില്ല. അപ്പം മരണസമയമായിട്ടെല്ലാം പ്രാധാന്യമുണ്ട്, നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്നല്ല. അതുകൊണ്ടാണ് ചന്ദ്രനാണ് സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. സ്വർഗത്തിന് അധികാരികളായവര്, അപ്പം അങ്ങനെ സ്വർഗത്തിൽ പോകുന്നവരാരായിരിക്കും? ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്തവരായിരിക്കും. ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിലെത്തും. അവർ നല്ല ബുദ്ധിമാന്മാരായിരിക്കും. അങ്ങനെ സ്വർഗത്തിന് അധികാരികളായവർ ചിന്തിക്കുന്നത്, അങ്ങനെ സ്വർഗത്തിന് അധികാരികളായ ആൾക്കാർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സ്വർഗത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ താഴേക്ക് പതിക്കും. സ്വർഗത്തിൽ പോയാൽ താഴേക്ക് പതിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. നമ്മൾ നല്ല കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്വർഗത്തിൽ തന്നെയാണ് ആത്മാവ് പോകുന്നത്, അതെല്ലാം ഭൂമിയിലേക്കൊന്നുമല്ല. പക്ഷെ മുകളിലേക്ക് പോയിട്ട് അടുത്ത ജനിക്കേണ്ട സമയമാകുമ്പോൾ തിരിച്ച് താഴത്തോട്ടേക്ക് വരും. അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഒരു റോഡ് വെട്ടി, ഈ ജോലിയിൽ റോഡ് വെട്ടലാണെങ്കിൽ നമ്മളെ ജോലിയിൽ റോഡെല്ലാം വെട്ടി തീർന്നു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കൊണ്ടുപോകും. ഇതിൻ്റെ പുറക്കാരൻ തന്നെ ആ റോഡെല്ലാം വന്ന് അതിലോട്ട് നല്ല ബസ്സെല്ലാം ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവറെ വേണം. എന്നാൽ പിന്നെ ഇവനെ തന്നെ ജനിപ്പിച്ചാടെ. എന്നിട്ട് അടുത്ത പറയും, നീ ആടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഡ്രൈവറായിട്ട് ജനിപ്പിച്ചിട്ട് ഈ റോഡിലോട്ട് ബസ് ഓടിക്കും. അപ്പം ഇങ്ങനെ ജനിച്ചും മരിച്ചും താഴോട്ടേക്കും മുകളിലോട്ടേക്കും താഴത്തോട്ടേക്കും പോകുന്ന അവസ്ഥയാണ് ഇത്. അതുകൊണ്ട് ജ്ഞാനമുള്ള വിദ്വാൻമാർ ചിന്തിക്കുന്നത്, ഇതവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലത്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് അത് നിരർത്ഥകമാണ്. അവിടെ പോയിട്ട് വേറെ കാര്യമൊന്നുമില്ല, തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് നിഷ്കാമകർമ്മികളായ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഞാൻ എനിക്ക് എന്ന ചിന്തയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം നമുക്കെല്ലാം വിധിച്ചിട്ടുള്ള ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമ കർമ്മമായിരിക്കണം. എന്നെ ചെയ്യിപ്പിച്ചത് എന്തോ കർമ്മം ചെയ്യാനാണ്, അതുകൊണ്ട് ഞാനിത് ആ കർമ്മം ചെയ്തു കൊടുക്കുന്നു. എന്നിലൂടെ ഒരു കുട്ടീൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പെണ്ണിലൂട്ടിയാണ് എനിക്ക് കുട്ടീനെ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത. ശരി, എന്നാ പിടിച്ചോന്ന് അവളെ കെട്ടുന്നു, ഒരു കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ഭാവനയോടുകൂടി, കാരണം എന്നിലൂടെ ഒരു കുട്ടി ആവശ്യമുണ്ട്, നാളെ ജോലി ചെയ്യിക്കാൻ കാലത്തിന് ഒരു കുട്ടിയെ ആവശ്യമുണ്ട്,
ഇപ്പോൾ ഇന്ന വർഷത്തിൽ ആ കുട്ടി വളർന്നാലേ ഇനി ആ വർഷം എത്തുമ്പോൾ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് ക്വാളിറ്റി അതിന് വേണ്ട ഗുണങ്ങൾ ഏതിലാണെന്ന് വെച്ചാൽ എൻ്റെ ഉണ്ട്. അതിന് വേണ്ട ഗുണങ്ങളുള്ളത് ഒന്ന് എൻ്റെ ഉണ്ടാവും, പിന്നെ വേറൊരു പെണ്ണിൻ്റെ ഉണ്ടാവും. അതിന് വേണ്ട ബാക്കിയുള്ള ക്വാളിറ്റി അവർ രണ്ടുപേരും വേണ്ടി ചേർപ്പിക്കുന്നതാണ് ഈ കല്യാണം. എന്നിട്ട് അതിൽ നിന്നും വേണ്ടതിനെ സെലക്ട് ചെയ്തിട്ടാണ് കൊച്ചുണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവനെ കൊണ്ട് നാളെ ജോലി ചെയ്യിപ്പിക്കാൻ. അപ്പം എൻ്റെ ജോലി എന്താണ്? കെട്ടുക, കുട്ടി ഉണ്ടാക്കിക്കാനും കൊടുത്തേക്കുക, നിഷ്കാമകർമ്മം. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടുള്ള കല്യാണം കഴിക്കുക. ഇങ്ങനെ ചെയ്യണമെന്നുമാണ് അർജുനനോട് പറഞ്ഞ. എന്താണ്? നിന്നെ സൃഷ്ടിച്ച ഉമ്മാരെല്ലാം കൊല്ലാണ്. ഞാനിത് ഓൾറെഡി തീരുമാനിച്ചാണ്. നിന്നെ കൊണ്ട് കൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഒരു നിമിത്തമാണ്. അതുകൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. നീ പോയി കൊന്നിട്ട് പോവാ, വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ നിഷ്കാമകർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയുന്നു, അവൻ ചന്ദ്രലോകം വിടുന്നവർ ശുഭകർമ്മങ്ങളാലും ദൃഢനിശ്ചയത്താലും, നല്ല ശുഭകർമ്മങ്ങളാലും ദൃഢനിശ്ചയത്താലും നമ്മുടെ കർമ്മങ്ങൾ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിനും മുകളിലുള്ള ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അപ്പൊ എവിടെയാണ് ഈ ബ്രഹ്മലോകം? സ്വർഗത്തിനും. ഭൂമി, സ്വർഗം, പാതാളം, ഇതാണ് ഈ പ്രപഞ്ചം. ഭൂമിയും അതിൻ്റെ മുകളിലുള്ള ഗോളങ്ങളെല്ലാം കൂടിയത് സ്വർഗവും, ഭൂമിക്ക് താഴെയുള്ള മണ്ണെല്ലാം കൂടിയത് പാതാളവും. ഇങ്ങനെയുള്ളതാണ് ചെറുത്. ഈ എത്രാന്ന് ഭാഗവതത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? വിരാട് രൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എത്രയോ വ്യാപിച്ചു കിടക്കുകയാണ്. അതിൻ്റെ കാലിൻ്റെ അറ്റത്തെ ഒരു കടുക് മണിയോടൊപ്പമേ ഉള്ളൂ ഏത്? ഈ ഭൂമിയും സ്വർഗവും പാതാളം കൂടിയ ആ സാധനം. ബ്രഹ്മം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ എത്രയോ അതിന് അറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കിടക്കുന്ന വിരാട് രൂപത്തിൻ്റെ കാലിലെ ഒരു പൊടിയുടെ അത്രയേ ഉള്ളൂ ഈ ഭൂമി, സ്വർഗം, പാതാളം കൂടുന്ന നമ്മുടെ ഈ പ്രപഞ്ചം. അപ്പോൾ ഈ സ്വർഗത്തെ വിട്ടുകൊണ്ട് മുകളിൽ പോകുക എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണ്. എന്നിട്ട് പരബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. സുഖം പ്രതീക്ഷിച്ച് കഴിയുന്നവര് സ്വർഗത്തിലെത്തി ഒടുവിൽ താഴത്തേക്ക് മുകളിൽ പോയിട്ട് താഴത്തോട്ട് വരും. പിന്നെയും ജനിക്കും, മരിക്കും, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതേ ചോദ്യത്തിൻ്റെ ചോദ്യം എന്താണ്? നീ എന്നെ ഇങ്ങനെ സ്വർഗത്തിലെ ഊറികളെയും അവിടുത്തെ മധ്യപ്പുഴയിലെല്ലാം നേടിത്തരുവാൻ വേണ്ടിയാണോ യജ്ഞം നടത്തുന്നത്? എല്ലാം എന്നെ അതിൽ നിന്നും കടത്തിയിട്ട് ബ്രഹ്മലോകത്തേക്ക് എത്തിക്കാനാണോ നീ ഇവിടെ യാഗം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്? നിന്റെ ലക്ഷ്യം എന്താണ്? യാഗം ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും? ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാവും. ഞാൻ ചോറ് വെക്കുന്നുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. എന്ത് ചോറുണ്ടാക്കിയിട്ട് തിന്നണം, വിശപ്പ് തീർക്കണം, അത്ര. ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായ അതിനുള്ള ദാഹം തീർക്കണം, ഒരു ഉന്മേഷം കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ശരി, നീ ആ കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു യജ്ഞം ചെയ്യാൻ പോവുകയാണ്. ഈ യജ്ഞത്തിൻ്റെ ഫലമാണ് എനിക്ക് നേടിത്തരാൻ പോകുന്നത്. നീ എന്ത് യജ്ഞമാണ് എനിക്ക് ചെയ്യാൻ തരുന്നത്? എന്നെ ബ്രഹ്മലോകത്തിലേക്കാണോ എത്തിക്കുന്നത്? അല്ലെങ്കിൽ സ്വർഗലോകത്ത് പോയി തിരിച്ചും വരുന്ന പരിപാടിയാണോ നീ എന്നെ എത്തിക്കാൻ പോകുന്നതെന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വർഗനരക പ്രാപ്തമായ ഗതിയെ മനസ്സിലാക്കുന്ന ശിഷ്യൻ, ഈ തത്വം മനസ്സിലാക്കുന്ന ശിഷ്യൻ എന്തു പറ്റും? ഈ രഹസ്യം മനസ്സിലാക്കുന്ന രണ്ട് തരം ലോകങ്ങളുണ്ട്. ഒന്നിക്ക് നമ്മൾക്ക് സുഖത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യാം. എല്ലാം ഒന്നും വേണ്ട, ബ്രഹ്മത്തിൽ പോയി ലയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മം ചെയ്തിട്ട് അവിടെയും പോകാം. ഈ സത്യം മനസ്സിലാക്കുന്ന ശിഷ്യൻ, അങ്ങനെ സത്യം മനസ്സിലാക്കിയവർ പിന്നെ എന്ത് ചെയ്യില്ല? ഈ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ ഒന്നും പോകില്ല. അങ്ങനെയുള്ളവൻ വിരക്തി വന്നിട്ട് ഗുരുവിനെ സമീപിക്കുമ്പോൾ, അപ്പോൾ ആ ശിഷ്യൻ ഇത് കേട്ടിട്ട്, ഇപ്പം ഞാൻ ഈ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലവർക്കെല്ലാം തോന്നിയ ഇങ്ങനെ രണ്ട് ലോകമുണ്ട്,
അതുകൊണ്ട് ഈ ഭൗതിക ലോകം വേണ്ട, എനിക്ക് മറ്റേ എടുത്ത് എത്തിയാൽ മതി. അതിന് വേണ്ടതെന്നാണ് ഒന്നാമത് വിരക്തി. ഭാര്യയും മക്കളെയും ഈ ജോലിയെല്ലാം കളയണം, ഈ ഉടുതുണിയെല്ലാം എടുത്തങ്ങ് വലിച്ച് കളയണം. വിരക്തി വന്നിട്ട് ഒരു ഗുരുവിനെ കാണണം. ആ ഗുരുവിനെ കാണാൻ പോകുമ്പോൾ അവനോട് ആ ഗുരു ആദ്യം എന്ത് ചോദിക്കണം? നീ ആര്? നീ ആരാണ്? അപ്പൊ ഈ നീ ആരാണെന്ന അർത്ഥം മനസ്സിലാക്കിയതിന്റെ ശേഷം അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യതയുള്ളൂ. അല്ലെങ്കിൽ എനിക്കത് അറിയാൻ പറ്റൂല്ലെങ്കിൽ നീ തിരിച്ചു പോകും. നീ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോദാണ്, എൻ്റെ അച്ഛൻ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന തറവാട്ടിലാണ് ജനിച്ചത് എന്നെല്ലാം പറയുകയാണെങ്കിൽ നീ നേരെ തിരിച്ചു പോകും. അല്ലെങ്കിൽ ചില ഗുരുക്കന്മാരെല്ലാകുമ്പോൾ എന്ത് ചെയ്യുക? അവരവരുടെ പേരെല്ലാം എടുത്ത് ദൂരെ കളയും. എന്നിട്ട് കടിച്ചാൽ പൊട്ടാത്ത കുറേ നീട്ടത്തിലുള്ള പേരെല്ലാം എഴുതി വെക്കും, പേരെല്ലാം പിടിപ്പിച്ചു വെക്കും. ആരെങ്കിലും കൊടുക്കുന്ന മാതിരിയല്ല ഏതോ തരത്തിൽ. പിന്നെ അത് പേരൊന്നും പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും നീട്ട വെച്ചിട്ടാണ്. അങ്ങനെയെല്ലാം സമീപിച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ പറയും ഈ പരിപാടി നടക്കില്ല. ഞാൻ ആരാണെന്ന് പറയുമ്പോഴുള്ള ഒരു ഉത്തരം പറയേണ്ടതുണ്ട്. ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഗുരു സ്വീകരിക്കാൻ പാടുള്ളൂ. അവന് അത് കിട്ടിക്കഴിഞ്ഞാൽ, ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അത് കിട്ടിയിട്ട് നേരെ ബ്രഹ്മത്തിൽ പോലെ ഇരിക്കും. പിന്നെ ഈ ലോകവുമായിട്ട് ഒരു പ്രഭാഷണത്തിനൊന്നും അവരെ വരാൻ പോകുന്നില്ല, അവരവരെ വഴിയിലേക്ക് അങ്ങ് പോകും. അപ്പം അതിനർഹതയുള്ളതാണ് ആത്മീയ ബ്രഹ്മസാക്ഷാത്കാരം, സനാതനധർമ്മം ഉപദേശിക്കുന്ന ആ ലക്ഷ്യസ്ഥാനം. അപ്പോൾ അവിടേക്ക് പഠിക്കാൻ പോകുന്നവർക്ക്, ആ വഴിയിലേക്ക് തിരിയുന്നവർക്കുള്ള ചോദ്യമാണ് നീ ആര്? അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.